സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഴിച്ചുപണി. സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്കാണ് പുതിയ നിയമനങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയചന്ദ്രൻ സൂപ്രണ്ട് സ്ഥാനത്ത് തുടരും. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. അജ്മൽ ദിറാർ, ഇപ്പോൾ ഏതൊക്കെ തസ്തികകളിലേക്കാണ് പുതിയ നിയമനങ്ങൾ വന്നിരിക്കുന്നത്? അമൃത, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിൽ പ്രധാനപ്പെട്ട അഴിച്ചുപണികൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം നിയമനങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നിയമനം എന്ന് പറയുന്നത് സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്കാണ് കൂടുതലായി പുതിയ നിയമനങ്ങൾ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അമൃത സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയചന്ദ്രൻ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് തുടരും. കൂടാതെ പിന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അനൂപ് ജോസഫ് ആകും പുതിയ സൂപ്രണ്ടായി നിയമിതനാവുക. അതോടൊപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ലിജോ കൊല്ലന്നൂരും, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ TG തോമസും, ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായും പുതിയ നിയമനങ്ങൾ ഉണ്ടാകും. ഏതായാലും ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇത്തരം വകുപ്പുകളിലേക്ക് പുതിയ നിയമനങ്ങൾ ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അമൃത, ശരി. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.